സലാഹുദ്ദീൻ സാറേ, ഇന്ന് അപ്രതീക്ഷിതമായിട്ടാണ് മക്കരപ്പറമ്പില് മെമ്പർമാർക്ക് നിങ്ങളെ കാണാൻ കഴിഞ്ഞത്. എന്താണ് ഇന്ന് അപ്രതീക്ഷിതമായിട്ട് നമ്മൾ മക്കരപ്പറമ്പ് മെക്സവന്റെ വിസിറ്റില് അതിനെ കുറിച്ച് എന്താണ് സലാഹുദ്ദീൻ സാറ് പറയാനുള്ളത്? തീർച്ചയായിട്ടും മക്കരപ്പറമ്പ് മെക്സവൻ എന്ന് പറഞ്ഞാൽ മെക്സവന്റെ ഒരു വലിയ ടേണിംഗ് പോയിന്റ് ഉണ്ടാക്കിയ ഒരു 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 സെന്ററാണ് മെക്സവൻ. 2023 ഒക്ടോബർ മാസത്തിൽ ഏകദേശം ഒക്ടോബർ 23 തീയതിയാണ് മെക്സവൻ സെന്റർ മക്കരപ്പറമ്പ് ആരംഭിക്കുന്നത്. എൻ്റെ നാട്ടുകാരൻ അശോകേട്ടൻ എന്നോട് പറയുന്നു, എൻ്റെ സുഹൃത്ത് ബാലകൃഷ്ണേട്ടൻ ഉണ്ട് മക്കരപ്പറമ്പ്, അവിടെ സെന്റർ ആരംഭിക്കാം. ഞാൻ ഉടനെ തന്നെ പറഞ്ഞു, ശരി നിങ്ങൾ അത് ആരംഭിച്ചുകൊള്ളൂ. അങ്ങനെ ബാലകൃഷ്ണേട്ടൻ ആ ദൗത്യം ഏറ്റെടുക്കുകയും വെറും 6-7 ആളുകൾ വെച്ച് സ്റ്റാർട്ട് ചെയ്യുകയും 2023 ഒക്ടോബറിൽ അശോകേട്ടൻ എൻ്റെ നാട്ടിൽ നിന്ന് തുറക്കൽ നിന്ന് കൊണ്ടോട്ടിയിൽ നിന്ന് രാവിലെ 4 മണിക്ക് KSRTC ബസ്സിൽ പിടിച്ച് ഇവിടെ വരുന്നു. അദ്ദേഹം ട്രെയിനിങ് കൊടുക്കുന്നു. അങ്ങനെ ഒരു മാസം കൊണ്ട് പതുക്കെ ഇത് സ്പ്രെഡായി ആളുകൾ കൂടി 100ൽ പരം ആളുകളായി. ഇന്ന് ഏകദേശം ഒരു വർഷം കഴിയുമ്പോൾ മക്കരപ്പറമ്പ് ഒരു വലിയ ബൂമിങ് നടത്തിയിരിക്കണം. ഏകദേശം 200ൽ പരം മെക്സവൻ സെന്ററുകൾ ഇവിടെ നിന്ന് മക്കരപ്പറമ്പിന് കീഴിൽ നിന്ന് ഉണ്ടായി എന്നുള്ളതാണ് മെക്സവന്റെ ഏറ്റവും വലിയ വിജയം. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്നെ നിരന്തരം വിളിക്കുന്നു, സാർ ഒന്ന് വരണം. അപ്പോൾ അതിൻ്റെ ആ ഒരു നിരന്തരം എന്നെ വിളിച്ചുകൊണ്ടിരിക്കും, ഒന്ന് വിസിറ്റിംഗ് ചെയ്യണം. ഞാൻ നേരത്തെ വന്നിട്ടുണ്ട്, എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇൻവിറ്റേഷൻ റിസീവ് ചെയ്തുകൊണ്ട് ഇന്നലെ രാത്രി ഞാൻ ഇവിടെ അദ്ദേഹത്തിന് കൺഫർമേഷൻ കൊടുത്ത് ഞാൻ രാവിലെ വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് രാവിലെ അശോകേട്ടനെയും കൂട്ടിയിട്ട് ഞാനിവിടെ എത്തിയിട്ടുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്, പഴയ ആളുകളൊക്കെ എനിക്ക് കാണാൻ കഴിഞ്ഞു. അങ്ങനെ സൗഹൃദം പുതുക്കാൻ കൂടി എനിക്ക് അവസരം കിട്ടി. ബാലകൃഷ്ണേട്ടനും എൻ്റെ മെക്സവൻ സെൻട്രലിലെ എല്ലാ മെക്സവൻ മെമ്പേഴ്സിനും എൻ്റെ അഭിവാദ്യങ്ങൾ അറിയിക്കുകയാണ്. താങ്ക് യു സാർ, താങ്ക് യു.